ഇടുക്കി കട്ടപ്പനയിൽ ആഭിചാര കൊലപാതകമെന്ന് സംശയം. നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. കട്ടപ്പനയിൽ നടന്ന മോഷണക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. വിഷ്ണുവിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം ദുരൂഹത നിറഞ്ഞതെന്ന് വാർഡ് മെമ്പർ. ആളുകൾ കണ്ടിട്ടുള്ളത് വിഷ്ണു വിജയനെ മാത്രമെന്നും മോഷണക്കേസ് പുറത്തുവരുമ്പോഴാണ് താമസക്കാർ ഉള്ളതായി അറിയുന്നതെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. നടന്ന സംഭവത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരു 8 മാസത്തിന് മുന്നേ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. ഒരച്ഛനും മോനും ഉള്ളെന്നാണ് നമുക്ക് അന്ന് കിട്ടിയ അറിവ്. അപ്പോൾ അവർക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് ഉള്ളെന്ന അന്ന് നമുക്ക് കിട്ടിയൊരു അറിവ്. പിന്നീട് അവരെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ അവരൊന്ന് കാണുന്നതിന് വേണ്ടി ആ വീട്ടിൽ പോയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അയൽക്കായിട്ടൊന്നും അവർക്ക് യാതൊരു ബന്ധങ്ങളും ഇല്ല. അപ്പോൾ ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവരിവിടെ താമസക്കാരുണ്ടെന്ന് പോലും അറിയുന്നത്. ആശാവർക്കർമാരും അതുപോലെ ഹരിതകർമ്മസേനക്കാരൊക്കെ ഈ വീടുകളിൽ ചെല്ലുന്ന സമയങ്ങളിലൊന്നും ആ വീട് അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് മെമ്പർ എന്ന നിലയ്ക്ക് പറഞ്ഞത് അവിടെ താമസക്കാരില്ലേ ചേച്ചി, അതുകൊണ്ട് യൂസർ ഫീ ഒക്കെ കിട്ടണമെങ്കിൽ അവിടെ താമസമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനും ഓർത്ത് അവർ വാടകക്കാർ പോയി കാണുന്നു കണ്ടായിരുന്നു ഇരുന്നത്. എന്നാൽ ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴാണ് അറിയുന്നത് അവർ അവിടെ താമസം ഉണ്ടായിരുന്നെന്നും അയൽക്കാരുമായിട്ടൊന്നും ഒരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആർക്കും അവരെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഒരു ചെറുക്കൻ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുക്കൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ അവരുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. ഇടുക്കി കട്ടപ്പനയിൽ നടന്നത് ആഭിചാര കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണ്. നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയം ഉയരുന്നപ്പോൾ വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, ഈ പറയുന്ന കുടുംബത്തെ വിഷ്ണു വിജയൻ എന്ന് പറയുന്ന ആളിനെയും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇനിയും നീങ്ങുന്നില്ല. 8 മാസം മുമ്പ് വാടകയ്ക്കാണ് ഈ വീട് വാടകയ്ക്കെടുത്താണ് അവിടെ താമസിക്കാനെത്തിയത്. ആളുകളുമായും അയൽക്കാരുമായും യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായിരുന്നില്ല ഈ കുടുംബത്തിനെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വാർഡ് മെമ്പറുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുകയും ചെയ്യുന്നത്. എന്താണ് പോലീസ് സംബന്ധിച്ച് പറയുന്നത്? ഈ ആഭിചാര കൊലപാതകമെന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണോ പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? സിജു, പോലീസ് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നമ്മളോട് പറയുന്നില്ല. പോലീസിനെ സംബന്ധിച്ചാണെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ മാത്രമാണ് ഇവയെല്ലാം. നമുക്കറിയാം, കഴിഞ്ഞ 2-ാം തീയതിയാണ് മോഷണക്കേസിൽ ഈ വിഷ്ണുവിനെയും നിതീഷിനെയും കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ആ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും റിമാൻഡിലാണ്. അപ്പോൾ ഇവരെ നേരിട്ട് കിട്ടി മൊഴിയെടുക്കാതെ ഇതിൽ വസ്തുതകൾ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ പോലീസിനാവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ. ഇന്നലെ കോടതി അവധിയായിരുന്നു, ഇന്നും കോടതി അവധിയാണ്. വിഷ്ണു വിജയനും പിതാവും മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാണ് അവിടെ വീട് വാടകയ്ക്കെടുത്തത് എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നതുപോലെ ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ പ്രൊഡക്ഷൻ വാറണ്ട് കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം പോലീസിന് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തെളിവെടുപ്പും അതുപോലെ തന്നെ മൊഴിയെടുക്കും എല്ലാം ശേഷമാണ് പോലീസ് സ്ഥിരീകരിച്ച് ഇത്തരമൊരു വാർത്ത പറയുകയുള്ളൂ. സിജു, ശരി. ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വൃദ്ധനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഭിചാര കൊലപാതകമെന്ന നിലയിലേക്കാണ്, സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന ജയിലിൽ ഉള്ള വിഷ്ണു വിജയനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകാൻ സാധ്യതയുള്ളൂ എന്നാണ് ജോസിൽ സെബാസ്റ്റ്യൻ ഞങ്ങളുടെ പ്രതിനിധി നൽകുന്നത്.